വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളികൾക്ക് സുപരിചിതയായ ഗായികയാണ് അഭയ ഹിരൺമയി. വ്യത്യസ്തമായ ആലാപന ശൈലി കൊണ്ട് പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്ത അഭയ സോഷ്യൽ മീഡിയയിലെ നിറസാന്നിധ്യമാണ്. ശ്രദ്ധ നേടിയ ഗായികയാണെങ്കിലും കരിയറിനേക്കാൾ വ്യക്തിജീവിതത്തിലെ സംഭവങ്ങളുടെ പേരിലാണ് അഭയ പലപ്പോഴും വാർത്തകളിൽ നിറയാറുള്ളത്. അഭയ മലയാളികൾക്ക് സുപരിചിതയായി മാറുന്നതും ഈ വാർത്തകളിലൂടെയാണ്. സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായുള്ള പ്രണയവും ലിവിംഗ് ടുഗദറും വേർപിരിയലും ഒക്കെയാണ് അഭയ ലൈം ലൈറ്റിൽ കൊണ്ടുവന്നത്. 14 വർഷത്തോളം നീണ്ട ലിവിംഗ് റിലേഷൻഷിപ്പ് ഒരു വർഷം മുൻപാണ് ഇരുവരും അവസാനിപ്പിച്ചത്. ബ്രേക്കപ്പിന് പിന്നാലെ രൂക്ഷമായ സൈബർ ആക്രമണങ്ങളും അഭയയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ സ്വന്തം ജീവിതവും കരിയറുമായി മുന്നോട്ട് പോവുകയാണ് താരം. സ്റ്റേജ് ഷോകളും മറ്റുമായി തിരക്കിലാണ് അഭയ. ഇപ്പോഴത്തെ ലിവിംഗ് ടുഗദർ ജീവിതം നയിച്ചപ്പോഴുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് ഗായിക. 10 വർഷം കൊണ്ട് സമൂഹം ഒരുപാട് മാറിയെന്നതിൽ സന്തോഷമുണ്ടെന്നും ലിവിംഗ് ടുഗദർ ജീവിതം നയിച്ചപ്പോൾ താൻ വളരെ ബുദ്ധിമുട്ടിയിരുന്നുവെന്നും അഭയ ഹിരൺമയി പറയുന്നു. 10 വർഷം മുൻപ് ലിവിംഗ് റിലേഷൻഷിപ്പ് നയിച്ചപ്പോൾ താൻ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിൻ്റെതായ വാല്യൂ എനിക്കന്ന് കിട്ടിയിരുന്നില്ല. വിവാഹിതയാണെന്ന് എഴുതി ഒപ്പിട്ട പേപ്പറിന്റെ കുറവുണ്ടായിരുന്നു എന്നേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരെയും പോലെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനും. ഒന്ന് കഴിഞ്ഞ് രണ്ടാമതൊരാളോട് ചോദിക്കുമ്പോഴും താൻ ലിവിംഗ് ടുഗദർ ആണെന്ന് അവർ പറയുമ്പോൾ 10 വർഷം കൊണ്ട് എത്ര മനോഹരമായാണ് ഡെവലപ്പ് ആയിരിക്കുന്നത്, ആൾക്കാർ എത്ര രസമായാണ് ജീവിക്കുന്നത് എന്നൊക്കെ തോന്നാറുണ്ട്. ലിവിംഗ് ടുഗദർ അക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോഴത്തെ മാതാപിതാക്കൾക്കും റെഡിയാണ്. നിങ്ങൾ കല്യാണം കഴിക്കേണ്ട കുറച്ചു കാലം ഒരുമിച്ച് ജീവിക്കുമെന്ന് മാതാപിതാക്കളും മക്കളോട് പറയാൻ തുടങ്ങി. ഒരുമിച്ച് ജീവിച്ചിട്ട് ഓക്കെ ആണെന്ന് തോന്നിയാൽ തുടർന്നും അതുപോലെ ജീവിക്കാനും മാതാപിതാക്കൾ പറയുന്നുണ്ട്. പല മാതാപിതാക്കളും ഇങ്ങനെ പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. അതൊരു വലിയ അച്ചീവ്മെന്റ് അല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ലിവിംഗ് ടുഗദർ ആകണമെന്ന് വിചാരിച്ചു വന്നയാളല്ല. എല്ലാം എനിക്ക് സംഭവിച്ചു പോയതാണ്. പക്ഷേ അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തു എന്നതിൽ ഞാൻ വളരെ പ്രൗഡാണ്. ഞാനൊരു തുടക്കക്കാരി അല്ലല്ലോ എന്നാണ് അഭയ ഹിരൺമയി പറഞ്ഞത്. എന്നാൽ അഭയയും ഗോപി സുന്ദറുമാണ് കേരളത്തിൽ ആദ്യമായി ലിവിംഗ് റിലേഷൻഷിപ്പ് നയിച്ചത് എന്നതിനോട് പ്രേക്ഷകർക്ക് എതിർപ്പാണ്. കാരണം അതിനു മുൻപ് കല്യാണം കഴിക്കാതെ ഒരുമിച്ച് ജീവിച്ചവരാണ് മൈത്രേയനും MG ശ്രീകുമാറും ഒക്കെ എന്നാണ് വീഡിയോ വൈറലായതോടെ പ്രത്യക്ഷപ്പെടുന്ന കമന്റുകൾ. വിവാഹിതനും 2 ആൺകുട്ടികളുടെ പിതാവുമായിരിക്കുന്ന സമയത്താണ് അഭയ ഹിരൺമയുമായി ഗോപി സുന്ദർ പ്രണയത്തിലാകുന്നത്. ഭാര്യ പ്രിയയുമായുള്ള വിവാഹബന്ധം ഗോപി സുന്ദർ വേർപ്പെടുത്തിയിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. സോഷ്യൽ മീഡിയ പേജുകളിലെ തന്റെ പേരിൽ നിന്നും ഗോപി സുന്ദറിന്റെ പേര് പ്രിയയും നീക്കം ചെയ്തിട്ടില്ല. അഭയ ഹിരൺമയുമായുള്ള ലിവിംഗ് റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ച ശേഷം ഗായിക അമൃത സുരേഷുമായി 1 വർഷക്കാലത്തോളം പ്രണയത്തിലായിരുന്നു ഗോപി സുന്ദർ. ഹസ്ബൻഡ് എന്നായിരുന്നു ആ സമയങ്ങളിൽ ഗോപി സുന്ദറിനെ അമൃത വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ ഇരുവരും വിവാഹിതരായിരുന്നുവോ അതോ ലിവിംഗ് റിലേഷൻഷിപ്പ് മാത്രമായിരുന്നുവോ എന്നതിൽ വ്യക്തതയില്ല. അമൃതയും ഗോപി സുന്ദറും വേർപിരിഞ്ഞുവെങ്കിലും ഇരുവരും ഇപ്പോഴും സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. നേരത്തെ തന്റെ ബ്രേക്കപ്പ് സംബന്ധിച്ച ഒരു അഭിമുഖത്തിൽ അഭയ വെളിപ്പെടുത്തിയിരുന്നു. ഞാൻ വളരണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. എനിക്ക് എന്നെ വളർത്തിക്കൊണ്ടുവരണം. എനിക്ക് എന്റേതായ രീതിക്ക് കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ വളരണമെങ്കിൽ ആരെയും കുറ്റം പറഞ്ഞ് വളരാൻ പറ്റില്ല. എന്റെ ഇത്രയും കാലത്തെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഞാൻ മാറിയെന്ന് നിന്ന് കുറ്റം പറയുന്നത് ആ ബന്ധത്തോട് ഞാൻ കാണിക്കുന്ന നീതികേടായി. അത് ശരിയായിട്ടുള്ള കാര്യമല്ലെന്ന് എനിക്ക് തോന്നിയിരുന്നു. ലിവിംഗ് ടുഗദർ ബന്ധത്തിൽ ഒന്നുകിൽ മരണം വരെ ഒന്നിച്ചു പോകാം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ബ്രേക്കപ്പ് ആവാം. അതെല്ലാ ബന്ധത്തിലും ഉണ്ട്. ഇത് എപ്പോഴെങ്കിലും ബ്രേക്കപ്പ് ആവുകയാണെങ്കിൽ കുറ്റം പറയാതെ മാന്യമായ ബഹുമാനം കൊണ്ട് മാറി നിൽക്കണമെന്നുണ്ടായിരുന്നു. സ്നേഹമുള്ളത് കൊണ്ടാണ് എനിക്ക് മറികടക്കാൻ പറ്റിയത്. സ്നേഹമില്ലെങ്കിൽ എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ഒരാളെ കുറിച്ച് കുറ്റം പറയേണ്ട കാര്യമില്ലെന്നും അഭയ പറഞ്ഞു. അടുത്തിടെ ഗോപി സുന്ദറിനെ കുറിച്ചും താരം പറഞ്ഞിരുന്നു. ഗോപി സുന്ദറുമായി ബന്ധമുണ്ടായിരുന്ന കാലത്തെ തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ് അഭയ ഹിരൺമയി പറയുന്നത്. ആ കാലഘട്ടത്തെ മാനിക്കാതെ എനിക്ക് എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഗോപി എന്റെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗമാണ്. ഒരു പരിധിവരെ ഗുരുസ്ഥാനീയനാണ്. അത് മനസ്സിലാക്കാതിരിക്കാൻ പറ്റില്ല. പ്രണയിച്ച ആളുകളുമായി പിരിഞ്ഞാലും അവർ നന്നായിരിക്കണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും അഭയ ഹിരൺമയി വ്യക്തമാക്കി. ആത്മാർത്ഥമായി പ്രണയിക്കുന്നവർക്ക് അങ്ങനെ തോന്നും. ഞാനില്ലെങ്കിലും അപ്പുറത്തുള്ള വ്യക്തി നന്നായിട്ട് ജീവിക്കണം. കാരണം ഞാൻ നന്നായിട്ട് ജീവിക്കുകയാണല്ലോ. പ്രണയകാലത്ത് ഞങ്ങൾ ഒരുമിച്ച് സിനിമകളിൽ പാടിയിട്ടുണ്ട്. അത് കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അഭയ ഹിരൺമയി വ്യക്തമാക്കി. നിരവധി അഭിമുഖങ്ങളിൽ ഗോപി സുന്ദറുമായുള്ള ബന്ധത്തെക്കുറിച്ച് അഭയ സംസാരിച്ചിട്ടുണ്ട്. ബന്ധം പിരിഞ്ഞിട്ട് വർഷങ്ങളായെങ്കിലും ഒരിക്കൽ ഗോപി സുന്ദർ തന്റെ കരിയറും ജീവിതത്തിലും ഉണ്ടാക്കിയ സ്വാധീനത്തെക്കുറിച്ച് ഗായിക തുറന്ന് സംസാരിക്കാറുണ്ട്. എന്നാൽ ഗോപി സുന്ദർ ഒരിക്കൽ പോലും അഭയെക്കുറിച്ച് ബ്രേക്കപ്പിന് ശേഷം പൊതുവിടങ്ങളിൽ സംസാരിച്ചിട്ടില്ല. കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു ഗോപി സുന്ദറിന്റെ അമ്മ മരണപ്പെട്ടത്. പിന്നാലെ അനുശോചനവുമായി അഭയയും എത്തിയിരുന്നു. ഗോപി സുന്ദറിനും അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്കും ഒപ്പം നിൽക്കുന്ന ചിത്രമായിരുന്നു അഭയ ഹിരൺമയി പങ്കുവച്ചത്. അമ്മയ്ക്കും ഗോപി സുന്ദറിനും ഒപ്പമുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ടായിരുന്നു അഭയയുടെ കുറിപ്പ്. അവരിലൂടെ നീ കേട്ട സിലോൺ റേഡിയോയിലെ എണ്ണമറ്റ തമിഴ് പാട്ടുകളാണ് നിന്റെ സംഗീതത്തിന്റെ ജനറ്റിക്സ് എന്ന് എനിക്കറിയാം. അവൾ നിന്റെ മാർഗദീപമാവട്ടെ. നിങ്ങളെ സുഖപ്പെടുത്താനുള്ള ഊർജം ഈ പ്രപഞ്ചം സൃഷ്ടിക്കും. നിങ്ങളുടെ അമ്മയിലൂടെ അവരിലൂടെ നിങ്ങൾ സുഖപ്പെടുമെന്നായിരുന്നു അഭയയുടെ കുറിപ്പ്.
അമ്മ, നിങ്ങൾ എനിക്ക് ജീവിതം തന്നു, സ്നേഹവും എൻ്റെ സ്വപ്നങ്ങൾ പിന്തുടരാനുള്ള കരുത്തും തന്നു. ഞാൻ സൃഷ്ടിക്കുന്ന സംഗീതത്തിന്റെ ഓരോ നോട്ടിലും നിങ്ങൾ എനിക്ക് തന്ന സ്നേഹമുണ്ട്. നിങ്ങൾ പോയിട്ടില്ല. എൻ്റെ ഹൃദയത്തിലും സംഗീതത്തിലും ഞാൻ വെക്കുന്ന ഓരോ ചുവടിലും നിങ്ങളുണ്ട്. നിങ്ങളുടെ ആത്മാവ് സമാധാനം കണ്ടെത്തട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പക്ഷേ എനിക്കറിയാം നിങ്ങൾ എനിക്കൊപ്പം ഉണ്ടെന്ന്, എന്നെ നോക്കുന്നുണ്ടെന്ന്. റെസ്റ്റ് ഇൻ പീസ് അമ്മ. നിങ്ങൾ എന്നും എൻ്റെ കരുത്തും മാർഗദീപവുമായിരിക്കുമെന്നായിരുന്നു ഗോപി സുന്ദർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്.